കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ബെല്ല് പോണതല്ലേ? ഓ ഇവിടെ ആരുമില്ലേ? ആരാ ആരാ ഇവിടെ വന്ന് നോക്ക ആരാന്ന്? അകത്ത് നിന്ന് ആരാന്ന് ചോദിച്ചിട്ട് ഓ കാര്യം. നീയോ? ആ എന്താ നീ എന്നെ കൊടയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മഴയത്തൊന്ന് നിങ്ങളെ കൊട? മഴക്കാലം ഇപ്പൊ തീരുമല്ലോ പെട്ടെന്ന്. ഇപ്പൊ പെയ്യാൻ തുടങ്ങിയപ്പോ വാർത്തലച്ചങ്ങ് പെയ്യുന്നോണ്ട് മഴ വേഗം നീ തീരും. കൊടയൊന്നും മേടിച്ചില്ലേ? മേടിക്കേണ്ട ആവശ്യമില്ലെന്നേ. എനിക്ക് നിന്നെ കാണുമ്പോൾ പേടിയാ. എന്താ കൊട മേടിക്കാനാ ചോദിക്കാനാ വരുന്നത്. കൊട ഇവിടെ ഇരിപ്പുണ്ടോ? അല്ല ഞാൻ നോക്കണ ഉണ്ടായിരുന്നു, അതാ ഞാൻ ചോദിച്ചേ. അതെ, മഴ കഴിയാനായി, അതുകൊണ്ടാണ് മേടിക്കാത്തത്. ഇനിയിപ്പോ അടുത്ത മഴക്കാലത്ത് മേടിക്കാം. ഓ ആ കൊട അടുത്ത മഴക്കാലത്ത്. ഞാൻ അല്ല പിന്നെ ഇപ്പൊ വന്ന കൊടയിലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വലുതാണ്. പിന്നെ എനിക്ക് വിഷമമുണ്ട്. എന്താ വിഷമം? ഒന്നിലും എന്റെ കുട ഒരെണ്ണം കളഞ്ഞല്ലേ, അതോ അത് തിരിച്ചു തന്നുമില്ല. അത് തിരിച്ചു തരാം. ഇനിയിപ്പോ അടുത്ത മഴക്കാലം വരട്ടെ, ഞാൻ വാങ്ങി തന്നേക്കാം. നിനക്ക് എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയിട്ട് നടന്നിരിക്കുമ്പോൾ ആരെയും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് കുടയെടുത്തിട്ട് പോരാൻ വേണ്ടി. അങ്ങനെ കട്ടെടുക്കേണ്ട ശീലമൊന്നും എനിക്കില്ല. ഇല്ല, ഇവിടുന്ന് കൊണ്ടുപോയില്ലോ. ഇവിടുന്ന് കട്ടെടുത്തല്ലോ, ചോദിച്ചു മേടിച്ചതല്ലേ. ചോദിച്ച് പിന്നെ എന്നാ വന്നത് ഈ ബാഗൊക്കെ പിടിച്ച്? ഇതെന്നാ ഈ ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ ഈ വേഷത്തില്? ഈ വേഷത്തിലോ? ആ ഇത് ഞാൻ എവിടെയും പോയതല്ലേ, ഇങ്ങോട്ട് വന്നല്ലേ. ഇങ്ങോട്ട് ഇവിടെ എന്നാ പരിപാടി? ഇങ്ങോട്ട് വരുന്ന ഈ വേഷമൊക്കെ പോരെ. ഇങ്ങോട്ട് വന്നതന്നെ മതി. എന്നാലും ബാഗ് എന്തിനാ? ബാഗിനകത്തോ? ഇത് ബാഗിനകത്തേ നിറച്ച ആലോചനകളാ. ആലോചനകളോ? അതെന്നാ ബാഗ്? നീ മുറുക്കെ പിടിച്ചപ്പോ എനിക്ക് തോന്നി എന്തോ ബാഗിനകത്ത്. ഇവിടെ ഒരു പെങ്കൊച്ചു വരുന്നുണ്ടല്ലോ. പെങ്കൊച്ചുവനാരും പറയും ഇത് ആലോചന പൊത്തിപ്പിടിച്ചിട്ട് നിൽക്കണം. ആലോചനകൾ അതിനകത്ത് ഇരുന്നോട്ടെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്ന് അറിയാൻ ഞാൻ വന്നത്. അല്ല, ഇവിടെ നിങ്ങളെ ഒരു പെങ്കൊച്ചു വരാറില്ലേ? വരാറുണ്ട്. നല്ല സുന്ദരിയായിരുന്നു. അപ്പൊ അതിനെ ഞാൻ കണ്ടായിരുന്നേ. അപ്പൊ അതിന് പറ്റിയ ആലോചനകളുണ്ട്. അതിന് പഠിച്ചോണ്ടിരിക്കണ പെണ്ണാ അത്. അതിനിപ്പോ ആലോചന കൊണ്ട് തോന്നിക്കൊള്ളുന്നു. അതിനെ ഇനി പഠിപ്പിക്കാൻ വിടുക. അതിനെന്താ ഇപ്പൊ ആലോചനകൾ ആലോചിച്ചു എന്നും പറഞ്ഞ് പഠിക്കാൻ പോകാണ്ടിരിക്കാം. പഠിക്കണ്ടെന്നൊന്നും പറയുന്നില്ല, പഠിച്ചോട്ട്. ഇവിടെ എന്റെ മക്കളെയൊക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ചു വിട്ടു. നിങ്ങളുടെ മക്കളെ ഞാൻ ചോദിച്ചില്ല. പറയേതേ നിങ്ങളുടെ മക്കളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഞാനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാനതൊന്നും ചോദിക്കുന്നൊന്നുമില്ല. എന്റെ ഈ ബാഗ് നിറച്ച ആലോചനകളുണ്ട്. നല്ല സൂപ്പർ ആലോചനകളാണ്. ആ കൊച്ചിന് വേണ്ടി ഒന്ന് ആലോചിക്കാൻ പറ്റുമോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാണിക്കട്ടെ? അയ്യോ തുറക്കണ്ട. തുറന്ന ആലോചന എന്നെ വിളിച്ചാടി എന്റെ റൂമിനകത്തൊക്കെ കയറും. അയ്യോ, കോമഡി പറയാനാ? കോമഡി പറയണല്ല, ആലോചന ചാടിങ്ങി വന്നാലോ. ആലോചന ചാടി അങ്ങ് നിങ്ങളെ മേത്തേക്ക്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആരോടും പറയരുത് വെളിയില്. ആരോടും പറയുന്നില്ല, കാര്യം പറയണ്ട. എനിക്ക് പറ്റിയ ആലോചന വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് പറ്റത്? അതിനാ ഇപ്പം പെമ്പറന്നത് കേൾപ്പില്ല. അപ്പം തൽക്കാലം ഇവിടെ അവള് പിന്നെ ഒരു 5-8 കൊല്ലം കഴിഞ്ഞൊക്കെ വരുള്ളൂ. ചിലപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും പുറകെ പോയിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഒന്ന് തേടിപ്പിടിച്ച് വെക്കുകയാണെങ്കിൽ നിന്റെ കസ്റ്റഡിയിൽ വല്ലതും ഉണ്ടെങ്കിൽ നീ ആകുമ്പോൾ വേറെ ആരോടും പറയുകയില്ല. അല്ല, അങ്ങനെയൊന്നും പറയണ്ട. എന്നാലും വലിയ പ്രായം തോന്നിക്കാത്ത ഒരു മനുഷ്യൻ, സുന്ദരൻ, ചർമ്മം കണ്ടാൽ വലിയ കുഴപ്പമില്ല, പ്രായം തോന്നുന്നില്ല. മക്കള് അതിനെ ആരോടും പറയരുതെന്ന് പറഞ്ഞേ. അതിന് മക്കളല്ലേ കിട്ടണേ, മക്കളെ കെട്ടിപ്പോയില്ല. ഇപ്പൊ അതും എല്ലാം നോക്കുന്നുണ്ടോ? എത്ര പേരെന്തെല്ലാം ചെയ്യും. അത് നമുക്ക് ആലോചിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ആലോചനകൾ നല്ല പെൺപിള്ളേരുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പൊ കാണിക്കാനില്ല. നല്ല ആമ്പിള്ളേരെ ഫോട്ടോ. ആമ്പിള്ളേരെ നീ ഞാൻ പറയുന്നില്ലേ, അത് കാണണ്ട. പെൺപിള്ളേരെ കണ്ട നീ വലിയ കാര്യമായിട്ട് വന്നപ്പോ ഞാനും ഓർത്തപ്പോ എന്തെല്ലോ ഇവിടെ കാണിക്കാതിരിക്കുന്ന ഓർത്തെ. എന്തെല്ലോ ഒന്നും കാണിക്കാനല്ല, എന്റെ ബാഗിനകത്തുള്ള ആലോചനകൾ കൊണ്ട് ഞാൻ വന്നത്. ഇവിടെ ഒരു കൊച്ചു വരുന്ന കണ്ടിട്ടാ. അതിനുവേണ്ടി നല്ല അത് തൽക്കാലം അത് നോക്കണ്ട, അത് പഠിക്കാ പറ്റും. ഞാൻ അതിന്റെ നേരിട്ട് കണ്ടോളാം. നിങ്ങളല്ലേ പറയുന്നേ പറ്റിയല്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാനാ പറയുന്നത്. അല്ല, വയസ്സനാകാലത്ത് തന്നെ വയസ്സാക്ക് പെണ്ണ് കെട്ടാൻ പറ്റുമെന്നില്ലേ? ഉണ്ടല്ലോ. കഞ്ഞിയും കറിയൊക്കെ വെച്ചിടാനേ. അതിനൊരാളെ വീട്ടിൽ അടുത്ത പണി നിർത്തിയാ വേണ്ട, അത് വേണ്ട, അത് ശരിയല്ല. ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും. അത് പേടിയാല്ലേ? എന്നാ പിന്നെ മക്കളുടെ ഫോൺ നമ്പർ ഞാൻ അവരെ വിളിച്ച് ചോദിക്കാം. വേണ്ട, മക്കളുടെ നമ്പറിലൊന്നും വിളിക്കണ്ട നീ തൽക്കാലം. നീ ഇപ്പൊ ഇവിടെ ആലോചന ഇല്ല, പോട്ടെ. ഇവിടെ ആലോചനയൊന്നും ഇല്ല, നീ പോ. നല്ല നേരത്തല്ല ഞാൻ വന്നത്. ഈ മുഷിയുടെ സ്വഭാവമുള്ള ആളിരിക്കുന്നത്തേക്ക് വന്നാൽ. മുഷിയുടെ സ്വഭാവം ഉണ്ടായിട്ടാണോ? നിങ്ങളല്ല ഇവിടെ വീട്ടിൽ വേറുള്ളവർ കാണുമെന്ന് വിചാരിച്ചാൽ. വേറുള്ള ആൾക്കല്ല, എൻ്റെ ഉമ്രത്തേക്കായാലും കല്യാണം വേണ്ട. എൻ്റെ മക്കളെല്ലാം കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഒരു കൊച്ചു വരുന്ന നീ ഇപ്പം റോഡിലോട്ട് ആ കൊച്ചു വരുന്നതും പോകുന്നതും നോക്കിക്കുക അല്ലേ? ആ കൊച്ചിനെ ഞാൻ പല
പല ദിവസമായി കാണുന്നു ഇപ്പൊ അവിടെ. അതുകൊണ്ട് അതിനെ കാണാൻ നല്ല മിരുക്കി കൊച്ചല്ലേ. അപ്പൊ അതിനെ പറ്റിയ ഒരു ആലോചന എൻ്റെ ഉണ്ട്. അതിനാ ഞാൻ വന്നത്. അത് വന്ന് പെട്ടത് നിങ്ങളുടെ മുമ്പിൽ. കാഷ്ടം അല്ലാതെ എന്റെ സമയദോഷം. മഴ വെറുതെ നിങ്ങളെ കണ്ടത്. ഇനിയിപ്പോ ആ കുടയും ഇങ്ങോട്ട് എടുത്തു തന്നെ. അത് ആവണ്ട, അത് തൽക്കാലം എടുക്കണ്ട. എൻ്റെ കുടയാ. അയ്യാ, കാര്യം പറഞ്ഞ് നീ കുടയെടുക്കാൻ വന്നിരിക്കണം. നീ ആര് സാധനം എനിക്കറിയാന്നല്ലേ. നീ ഉള്ളടത്ത് പോവോ, വേറെ പണിയൊന്നുമില്ല. ഒന്ന് പോയേ, മൺചട്ടിയുടെ പുറത്ത് വെള്ളം ഒഴിച്ചു. ഒന്ന് പോയേ. ഒന്ന് പോയി.